ഡൽഹിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് അദ്വാനിജിയൊക്കൊപ്പവും അതുപോലെ അജിത് ഡോവൽ ജിക്കൊപ്പവും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്തു. എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ, ആ അനുഭവങ്ങളൊന്ന് പറയാമോ? അല്ല, അഡ്വാണിജിക്കൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് 2 തരത്തിലാണ് അഡ്വാണിജിക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത്. ഒന്ന്, പാർട്ടിയുടെ ഇത്രയും തലമുതിർന്ന നേതാവാണ്. ഞാൻ അദ്ദേഹത്തോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ വളരെ ചെറുപ്പമാണ്. ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സമയത്താണ് വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന തിങ്ക് ടാങ്ക് ഡൽഹിയിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ അന്ന് വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ അന്ന് ശ്രീ അജിത് ദോവലാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത്. അപ്പോൾ അന്ന് ഞങ്ങളൊരു ചെറിയ ടീമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് പേരെ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് ഡെപ്യൂട്ടി ചെയ്തു. അതിൽ ആ ടീമിൽ ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് വളരെ വിശാലമായിട്ട് ഡെവലപ്പ് ചെയ്തൊക്കെ വന്നത്. ആ സമയത്താണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. അന്ന് ബി.ജെ.പിയുടെ മുഖമായിട്ട് ബി.ജെ.പി പ്രൊജക്റ്റ് ചെയ്തിരുന്ന അഡ്വാണിജിയായിരുന്നു. അതെ. അന്ന് ഒരു ഈ വാർ റൂം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ബി.ജെ.പി കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഒരു ഇലക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 മുതലാണ്. എനിക്കൊന്ന് അതിന് മുമ്പ് 2004 ഇലക്ഷനിൽ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പ്രമോദ് മഹാജൻജിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ 2009 വളരെ കൃത്യമായി നടന്നൊരു ഇലക്ഷനാണ്. പക്ഷേ ബി.ജെ.പിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അന്ന് ആ വാർ റൂം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുക്താർ അബ്ബാസ് നഖ്വിജിയുടെ ഭവനത്തിലോ മറ്റോ ആയിരുന്നു. അന്ന് അവിടെ സ്ഥിരമായിട്ട് ഒരു സ്പെഷ്യൽ വർക്ക് എന്നെ അന്ന് തന്നിരുന്നു. ഞാൻ അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് 2009. പിന്നീട് 2011 അഡ്വാണിജിയുടെ ജീവിതത്തിലെ അവസാനത്തെ രഥയാത്ര, ഒത്തിരി രഥയാത്രകൾ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ രാമരഥയാത്ര ഉൾപ്പെടെയുള്ള രഥയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ രഥയാത്ര ഭാരതത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ ഒരു കറപ്ഷനെതിരെ അണ്ണാ ഹസാരെയുടെ മൂവ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അഡ്വാണിജിയുടെ ഒരു രഥയാത്ര ഉണ്ടായിരുന്നു. ആ രഥയാത്രയിലെ ഒരു പ്രബന്ധകമായിരുന്നു ഞാൻ. പ്രബന്ധകം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ മുഴുവൻ അറേഞ്ച്മെൻറ്റ് നോക്കേണ്ട ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രബന്ധകമായിട്ട് ഞാൻ അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് അഡ്വാണിജിയോടൊപ്പം എല്ലാ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. അപ്പോൾ അങ്ങനെ അഡ്വാണിജിയോടൊപ്പം വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അന്ന് ലഭിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ കാലങ്ങളിൽ എനിക്ക് കിട്ടിയുള്ള ഏറ്റവും വലിയൊരു അസൈൻമെൻറ്റ് അതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭാരതം മുഴുവൻ ഒറ്റയടിക്ക് യാത്ര ചെയ്ത് എല്ലാ സ്റ്റേറ്റിലെയും പൊളിറ്റിക്സും, എല്ലാ സ്റ്റേറ്റിലെയും ബി.ജെ.പിയെയും, എല്ലാ സ്റ്റേറ്റിലെയും രാഷ്ട്രീയമൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള തുടക്കം തന്നെ മികച്ച രീതിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മികച്ചൊരു അനുഭവത്തിൽ കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അഡ്വാണിജിയുടെ ഒരു ഗുണം ഞാൻ വളരെ അടുത്ത് കണ്ടിട്ടുള്ളത്, ഇപ്പോഴും അദ്ദേഹത്തിന് പ്രായമായി അനാരോഗ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ ആക്സസിബിളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വാംത്ത് ഫീൽ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വീറ്റ്സൊക്കെ തന്ന് നമ്മളെ ഇരുത്തി നമ്മളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് വളരെ വാംത്തുള്ളൊരു വ്യക്തിത്വമാണ് അത്. അല്ലെങ്കിൽ അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി നമ്മളെപ്പോലെ വളരെ ചെറിയൊരു പ്രവർത്തനം ചെല്ലുമ്പോഴും, ഇന്നിപ്പോൾ എനിക്ക് പാർട്ടിയിൽ സീനിയർ പോസ്റ്റ് ഉണ്ട്, പക്ഷേ അന്ന് ഞാൻ സാധാരണ പ്രവർത്തനമല്ലേ, ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴും ഒക്കെ അദ്ദേഹം വളരെ വാമത്തോടു കൂടിയാണ് അദ്ദേഹം എന്നും ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ബി.ജെ.പിയിൽ പൊതുവെ നേതാക്കന്മാരെല്ലാവരും അങ്ങനെ ഒരു വാമത്തുള്ളവരാണ്. ഈവൻ ഏറ്റവും കടുപ്പമുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു അമിത്ഷാജിക്ക് പോലും ഒരു വാമത്തുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്തോ ഒരു കാര്യത്തിന് അമിത്ഷാജിയുടെ അടുത്ത് ചെന്നപ്പം എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി സങ്കോചപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു, നീ പ്രവർത്തകനല്ലേ, എന്തിനാ സങ്കോചപ്പെടുന്നതെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു വാംത്ത് ബി.ജെ.പി ലീഡേഴ്സിൻ്റെയൊക്കെ ഒരു ഗുണമാണ്. അതാണ് അഡ്വാണിജിയുമായിട്ടുള്ള അനുഭവം. ദോവൽ സാറുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഒത്തിരി നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം എന്നെ രാഷ്ട്രീയത്തിലേക്ക്, എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എനിക്ക് ലെസൺസ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു ക്യാൻവാസാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു NGO തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്കൊരു 100 പേരെ സഹായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു വലിയൊരു NGOയിൽ ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 പേരെ സഹായിക്കാൻ സാധിക്കും. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് നേരിട്ട് സഹായിക്കാൻ സാധിക്കും. കാരണം ചിലപ്പോൾ എടുക്കുന്ന ഒരു പോളിസി തീരുമാനമായിരിക്കും ചിലപ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാൻവാസാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിന് അങ്ങനെ ആളുകളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ, ആളുകളുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഉപയോഗിക്കുന്ന ഒരു പോസിറ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ചത് ശ്രീ അജിത് ദോവലാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനൊന്നും അല്ലെങ്കിൽ പോലും. അദ്വാനിജിയായിട്ട് അടുത്തിടപഴകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടാവും? ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അഡ്വാണിജിയുടെ ആ രഥയാത്രയുടെ സമയത്ത് ഞങ്ങൾ കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഇരുന്ന് സംസാരിച്ചായിരുന്നു. ഞങ്ങൾ വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തോട് ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാർ കുറേ പ്രവർത്തകർ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം കേരളവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം നോൺ വെജ്
ആദ്യകാലങ്ങളിൽ കഴിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. കുറച്ച് നോൺ വെജ് കഴിക്കുന്ന സിന്ധി ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയല്ലേ. അന്ന് കേരളത്തിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മീൻകറിയോ അങ്ങനെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേരളത്തോടുള്ള ഒരു അഫെക്ഷനും ഒരു സ്നേഹവും എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വാണിജി. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം വാജ്പേയിജിയും അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത്, വാജ്പേയിജി ഒരു നല്ല ഒറേറ്ററും ഒരു മാസ്മരികമായ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കുകയും ചെയ്യുമ്പം അഡ്വാണിജിയാണ് സംഘടനയുടെ. അതെ, അദ്ദേഹം വളരെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആണ്. പക്ഷേ അഡ്വാണിജിയുടെ ഒരു വലിയൊരു ഗുണം, അദ്ദേഹം വളരെ പ്രാക്ടിക്കലാണ്. കുറച്ചും കൂടി സംഘടന എങ്ങനെ ശക്തിപ്പെടുത്തണം, പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം, ഒരു പരിപാടി എങ്ങനെ നല്ല രീതിയിൽ നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വളരെ പ്രാക്ടിക്കൽ അനുഭവമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ എനിക്ക് ഒരു സംഭവം ഓർമ്മയുള്ളത്, ഇപ്പം ഞാനിപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ലൈഫുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ചെയ്യുന്നതുകൊണ്ട്, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ഇതുപോലൊരു രഥയാത്രയുടെ സമയത്ത് അഡ്വാണിജിയും മോദിജിയും, അത് അഡ്വാണിജിയാണ് രഥയാത്ര നയിക്കുന്നത്, മോദിജിയാണ് രഥയാത്രയുടെ കോർഡിനേറ്റർ. അപ്പം ഹിമാചൽ പ്രദേശിൻ്റെ പ്രഭാരിയായിരുന്നു അന്ന് മോദിജി. അന്ന് നാഷണൽ സെക്രട്ടറി മറ്റുമായിരുന്നു മോദിജി, BJPയുടെ. അപ്പം അന്ന് ഈ രഥയാത്ര ഹിമാചൽ കൂടി പാസ് ചെയ്യണം. അപ്പം മോദിജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളും മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഓരോ കാര്യത്തിനും, അതായത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആ യാത്രയിലുള്ളൊരു അനുഭവം എന്നോട് ഒരാൾ പറഞ്ഞതാണ്. അതായത് അന്ന് മോദിജി ആളുകൾക്ക്, പ്രവർത്തകർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതിൽ അഡ്വാണിജിയുടെ ഒരു ക്ഷേത്ര വിസിറ്റ് ഉണ്ട്. അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. അപ്പം ഒരു ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അദ്ദേഹത്തിന് നടന്ന് പടികൾ കടന്നാണ് മുകളിലോട്ട് ചെല്ലേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രവർത്തനം അഡ്വാൻസ് ആയിട്ട് വിട്ടു, എത്ര പടികളുണ്ടെന്ന് എണ്ണിക്കൊണ്ട് വരാൻ പറഞ്ഞു. എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്വാണിജിയുടെ ആരോഗ്യം നോക്കണം, അഡ്വാണിജിക്ക് എത്ര പടികൾ കയറണം എന്നുള്ള അഡ്വാണിജിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ അഡ്വാണിജി പ്രിപ്പയർ ചെയ്തു. അദ്ദേഹം ഇത്ര പടികൾ കയറണം, പടി എണ്ണിക്കൊണ്ട് വന്നു പ്രവർത്തകൻ. ഞാൻ പറഞ്ഞു, അത്ര പോലും മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അഡ്വാണിജിയും സജഷൻ കൊടുക്കും. അപ്പോൾ അതിൽ അഡ്വാണിജി സജഷൻ കൊടുത്തത്, ഇപ്പം രഥയാത്ര പോകുമ്പം ഈ ഹിമാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്രദേശം. അപ്പോൾ ചിലപ്പം പോകുന്ന സമയത്തായിരിക്കും ഒരു ടണൽ വരുന്നത്. അപ്പോൾ ആ ടണലിൽ കൂടെ രഥം പോകുമോ? ടണൽ ആണെന്നുണ്ടെങ്കിൽ വേറെ റൂട്ട് പിടിക്കണ്ടേ? ഇങ്ങനെയുള്ളൊരു മെറ്റിക്കുലസ് ആയിട്ട് അഡ്വാണിജിയുടെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് വരും. അപ്പോൾ ഈ രണ്ടുപേരുടെ ചേർന്നൊരു കോമ്പിനേഷൻ, അത് അഡ്വാണിജികളുടെ പല രഥയാത്രകളെയും സക്സസ്ഫുൾ ആക്കിയതും, ഈവൻ മുരളി മനോഹർ ജോഷിയുടെ നമുക്കെല്ലാം ഓർമ്മയുണ്ട്, 1991-92 കാലഘട്ടത്തിലെ ആ രഥയാത്ര, അതാണ് ഭാരതം മാറ്റിമറിച്ച കശ്മീരിലേക്കുള്ള, രാമരഥയാത്ര അഡ്വാണിജി നയിക്കുകയും മുരളി മനോഹർ ജോഷിജി കശ്മീരിലേക്ക് ഒരു രഥയാത്ര നടത്തി, കന്യാകുമാരി കശ്മീരിലേക്ക്. ആ രഥയാത്രയിലാണ് ആദ്യമായിട്ട് ശ്രീനഗറിൽ ചെന്ന് ലാൽ ചോക്കിൽ ടെററിസത്തിൻ്റെ പീക്കിൽ നമ്മൾ പോയി ദേശീയ പതാക, അത് മരിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മോദിജിയും മുരളി മനോഹർ ജോഷിജിയും അടക്കമുള്ളവർ ലാൽ ചോക്കിൽ പോയി ദേശീയ പതാക ഉയർത്തിയ ആ ഒരു രഥയാത്ര. ഇത് രണ്ടിൻ്റെയും കോർഡിനേറ്റർ മോദിജിയായിരുന്നു. അപ്പം അതുകൊണ്ട് ആ രണ്ട് രഥയാത്രകളുടെയും സക്സസിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിജിയാണ്. അത് മുന്നിൽ നിന്ന് നയിക്കുന്നത് നല്ല മികച്ച രണ്ട് നേതാക്കന്മാരും. അപ്പം അഡ്വാണിജി അങ്ങനെ ഒരു നേതാവാണ്. ഓരോ കാര്യത്തിലും പ്ലാൻ ചെയ്ത് മെറ്റിക്കുലസ് ആയിട്ട്, അപ്പം നമ്മളെയും പറഞ്ഞ് പഠിപ്പിക്കും, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഒരു സംഘടനാ വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് കാലയളവേ അദ്ദേഹത്തിനോടൊപ്പം, കാരണം അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും മറ്റും കാരണം പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ എല്ലാ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ BJPയുടെ സംഘടനാ വർക്കിൽ നിന്ന് കുറച്ച് മാറി നിന്നു. പക്ഷേ അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഇതുണ്ടല്ലോ, ഒരു ലെസൺസ് ഉണ്ടല്ലോ, അത് ഇന്നും പ്രാവർത്തികമാണ്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും രണ്ടുപേരും, മോദിജിയും അങ്ങനെയാണ്, അഡ്വാണിജിയും അങ്ങനെയാണ്. ഈ അജിത് ഡോവലിനെ പറ്റിയിട്ട് എനിക്ക് കേട്ടപ്പോൾ അതിശയമാണ് തോന്നിയത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചു. അദ്ദേഹത്തെ നമ്മളൊരു സുരക്ഷാ ഉപദേഷ്ടാവും അല്ലെങ്കിൽ നയതന്ത്രജ്ഞനും ആ ഒരു രീതിയിലൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ജ്ഞാനവും കൂടി ഉണ്ട് എന്ന് വെളിവാക്കുന്ന കാര്യമാണിത്. രാഷ്ട്രീയമില്ലെങ്കിൽ എന്ത് നയതന്ത്രം? നയതന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയമല്ലേ, ഗ്ലോബൽ പൊളിറ്റിക്സ് എന്നല്ലേ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം സുരക്ഷയ്ക്കകത്ത് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നത് പല സമയത്തും രാഷ്ട്രീയപരമായ കാരണങ്ങളുകൊണ്ടാണ് ആ സുരക്ഷാ ഭീഷണിയെ പലപ്പോഴും നമ്മൾ ശരിയായോ തെറ്റായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പം 26/11 സംഭവിച്ചു, മുംബൈയിലെ അറ്റാക്ക് സംഭവിച്ചു. ആ മുംബൈയിലെ അറ്റാക്കിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെ തിരിച്ചടിക്കണം, ഞാൻ പറഞ്ഞ മനസ്സിലായത്,
ഇപ്പോൾ പുൽവാമ അറ്റാക്ക് നടന്നു, നമ്മൾ എങ്ങനെ തിരിച്ചടിക്കണം, ഇത് രണ്ടിൻ്റെ അപ്രോച്ച് വ്യത്യാസമില്ലായിരുന്നു. എന്തുകൊണ്ട് 26/11 അറ്റാക്കിന് ശേഷം മോദിജി ചെയ്തതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസ്പോൺസ് എന്തുകൊണ്ട് നമ്മൾ കൊടുത്തില്ല? അന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്തുകൊണ്ട് പോയി? രാഷ്ട്രീയമല്ലേ കാരണം. കാരണം ഭാരതത്തിലുള്ള ഒരു വലിയ വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് അന്നത്തെ കോൺഗ്രസ് അങ്ങനെ രാഷ്ട്രീയം എടുത്തു. അവിടെ നാഷണൽ സെക്യൂരിറ്റിയും രാഷ്ട്രീയവും ഇണചേർന്ന് പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയും രാഷ്ട്രീയം, എനിക്ക് ഓർമ്മയുണ്ട്, ദ്വാൽജിയെ കാണാൻ വേണ്ടിയിട്ട്, ദ്വാൽ സാറിനെ കാണാൻ വേണ്ടിയിട്ട് നയതന്ത്രജ്ഞന്മാരും റിട്ടയർഡ് ആയിട്ടുള്ളവരും സർവീസിലുള്ള പട്ടാള ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരും എന്തിന് വിദേശത്തുള്ള സെക്യൂരിറ്റി എക്സ്പേർട്സും ഒക്കെ വരുമായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും അധികം അത്രത്തോളം വരുന്ന മറ്റൊരു വിഭാഗം രാഷ്ട്രീയക്കാരായിരുന്നു. കാരണം രാഷ്ട്രീയക്കാർക്ക് ഇൻപുട്സ് കിട്ടാനും രാഷ്ട്രീയക്കാർക്ക്, അത് BJP മാത്രമല്ല, ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു രസം എന്നെ സംബന്ധിച്ച് എല്ലാം വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചു എന്നുള്ള കാരണം, ധോവൽ സാറും അഡ്വാണിജി തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു. പലപ്പോഴും അഡ്വാണിജി കാണാൻ ധോവൽ സാർ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അഡ്വാണിജി ഇങ്ങോട്ട് വരും. അങ്ങനെ അവർ തമ്മിൽ വലിയ വലിയ അടുപ്പായിരുന്നു. ഇത് BJP മാത്രമായിട്ടല്ല, ധോവൽ സാറുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയിരുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. അന്ന് UP ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വരും, അദ്ദേഹത്തിന് അഡ്വൈസ് എടുക്കും, ഒപ്പീനിയൻ എടുക്കും, രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ കൂടി. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? അതുകൊണ്ട് അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്നുള്ള ഒരു ബ്രാക്കറ്റിൽ ഒതുക്കപ്പെടേണ്ട വ്യക്തിയല്ല അദ്ദേഹം. അതിന് ബിയോണ്ടാണ്. അത് ഭാരതത്തിലെ പൊളിറ്റിക്സ് മാത്രമല്ല, ഗ്ലോബൽ പൊളിറ്റിക്സും നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പം, ഒരിക്കൽ ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ എല്ലാവരും പോയി, ഓഫീസിൽ നിന്ന് പോയി, അദ്ദേഹം രാവിലെ 9 മണിക്ക് കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ ഓഫീസിലുണ്ടാവും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ 9 മണി കഴിഞ്ഞു 10 മണിയായി. ഞാനും ഇച്ചിരി ലേറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 10 മണിയൊക്കെ ആയപ്പോൾ ഞാനും പതുക്കെ വൈൻഡപ്പ് ചെയ്ത്, ഞങ്ങളൊക്കെ അവിടെ തന്നെ താമസം, കാരണം അവിടെ കാര്യാലയവും ഉണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ അതിനകത്ത് കാര്യാലയത്തിലോട്ട് തിരിച്ച് പോകണം. അപ്പം ഞാൻ ഏറ്റവും അവസാനം പോകുന്നതുകൊണ്ട് എല്ലാം വൈൻഡപ്പ് ചെയ്യുന്ന കാരണം ഞാനായിരിക്കും. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നപ്പം സാർ പഠിച്ചുകൊണ്ടിരിക്കും, എന്തോ കാര്യമായിട്ടൊന്നും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പഠിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലാറ്റിൻ അമേരിക്കയിലെ ചില സെക്യൂരിറ്റി ഇഷ്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റിട്ടയർഡ് IB ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ പ്രായത്തിൽ ഈ വൈകിയ വേളയിൽ വീട്ടിൽ പോകും. അതായത് അന്ന് നോയിഡയിലാണ് താമസിക്കുന്നത്. പിന്നെ 1 മണിക്കൂർ യാത്ര ചെയ്ത് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പോകണം. ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ 12 മണിയാവും. അദ്ദേഹം വൈകിയ വേളയിലും ഇരുന്ന് ലാറ്റിൻ അമേരിക്കയിലെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം. അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത്, അല്ലെങ്കിൽ മറ്റേത് സെക്യൂരിറ്റി എക്സ്പേർട്സ്, അതിന് മുമ്പ് ഉണ്ടായിരുന്നു സെക്യൂരിറ്റി എക്സ്പേർട്സും പല NSAമാരും ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്ന ഈ ഒരു ഇതുകൊണ്ടാണ്. ചിലപ്പോൾ ആ ലാറ്റിൻ അമേരിക്കയിലുള്ള, എനിക്കറിയത്തില്ല അതിൻ്റെ എന്താണ് ലോജിക്ക് എന്നുള്ളത്, ലാറ്റിൻ അമേരിക്കയിലുള്ള സെക്യൂരിറ്റി റീസൺസ് നാളെ ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ഖാലിസ്ഥാനികൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം കാനഡയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നാളെ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഭാരതത്തിന് ഉണ്ടാകുമോ, ഇതൊക്കെ ചിന്തിച്ചിട്ട് അദ്ദേഹം ഇപ്പോഴേ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. എന്നും തയ്യാറായിരിക്കുകയാണ് അദ്ദേഹം. ഒരു നല്ല സൈനികനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും തയ്യാറായിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കാൻ. അപ്പം അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ പൊളിറ്റിക്സും എന്താ പറയുക, പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരു വ്യക്തി ഇന്ന് ഭാരതത്തിലുണ്ടെങ്കിൽ അത് ശ്രീ അജിത് ദോവലാണ്. അതെ, കേരളത്തിലെ ഉദ്യോഗസ്ഥനാണ്, കേരള IPS കാരനാണ്. കേരളത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കും കാണാനിടയുണ്ടായി. അപ്പം അദ്ദേഹം അന്നേരവും കേരളത്തെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചത് മുഴുവൻ. കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വളരെ പോയിഗ്നൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് കുറച്ച് നാളായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. വളരെ തീവ്രമായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഗ്രൂപ്പുകൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഗ്രൂപ്പുകളൊക്കെ പുഷ് ചെയ്യുന്നൊരു തരം പൊളിറ്റിക്സ് ഉണ്ട് കേരളത്തിൽ. ആ പൊളിറ്റിക്സിന് എക്കോണമിയുമായിട്ടും ലിങ്കുണ്ട്. അതായത് അവർ പതുക്കെ എക്കണോമിക് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് മേഖലകളിലൊക്കെ അവരൊരു ഡൊമിനൻസ് കൊണ്ടുവരും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക് മേഖലയിലും ഫിനാൻഷ്യൽ മേഖലയിലും ഡൊമിനൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ കൺട്രോൾ കയ്യിലേക്ക് വരുമല്ലോ. ഇപ്പം പോപ്പുലർ ഫ്രണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കും, ഞങ്ങളുടെ ലക്ഷ്യം 2050 ഭാരതത്തെ ഒരു ഇസ്ലാമിക് രാഷ്ട്രം, ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റണം, ഇസ്ലാമിക് പവർ കൊണ്ടുവരണം എന്നൊക്കെയല്ലേ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അതിൽ പൈസ ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ കേരളത്തിൽ വരുന്ന ഒരു ഫണ്ടിങ്, വലിയ രീതിയിലുള്ള ഫണ്ടിങ്, അത് ഈ പറയുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട, ബിസിനസ് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം ബിസിനസ് ആയിരിക്കണമെന്നില്ല, ചെറിയ കടകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ഇതുണ്ടാവും, ഒരു കണ്ണികളുണ്ടാവും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേരളത്തിലെ ഒരു വലിയ വിഭാഗം പല സെക്ടേഴ്സിനെയും കൈയടക്കി. അപ്പം നമ്മൾ സാധാരണ പറയും സിനിമാ ഫീൽഡ്, കേരളത്തിലെ സിനിമാ ഫീൽഡിനെ ഇങ്ങനൊരു ലോബി കയ്യിലടക്കിയെന്ന് പലരും ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഒത്തിരി വലിയ പേരുകേട്ട ക്രിസ്ത്യൻ പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഇപ്പം അതൊക്കെ ഒതുങ്ങിപ്പോയി ഒത്തിരി.
പക്ഷെ അതിൽ ദക്ഷിണ കേരളത്തിലോട്ട് വരുമ്പം സദേൺ കേരളത്തിലോട്ട് വരുമ്പം ഒരു ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയിലോട്ടൊന്നും ആ ഒരു വരവ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ളൊരു സെക്ഷൻ ഓഫ് ആളുകളും അവരുടെ ഫണ്ടിങ്ങും അതൊക്കെ നമുക്കിപ്പം വളരെ വിസിബിളായിട്ട് നമുക്ക് ഈ സദേൺ മേഖലയിലും സദേൺ ജില്ലകളിലും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വളരെ വിസിബിളായിട്ട് അതിനുള്ള നമുക്കുള്ള ഒരു ഇത് കിട്ടും, അനുഭവങ്ങൾ കിട്ടും. തിരുവനന്തപുരക്കാരനായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പണ്ട് ഇത് ചില സെക്ഷൻസിനെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻസ് അതിനകത്തൊരു വലിയ സെക്ഷനായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് മറ്റു പല സെക്ഷൻസിനെയും ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് പല കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ പേര് എന്നോട് എടുത്തു പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അങ്ങനെ കേരളത്തെക്കുറിച്ചൊരു നല്ല ബോധ്യമുള്ള ഒരു നല്ല തറോ നോളജ് ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് കേരളം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ, ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് വലിയൊരു റോളുണ്ട്. പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യുന്നതിനും അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പോപ്പുലർ ഫ്രണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള ഓഫീസർ എന്നുകൊണ്ട് മാത്രമല്ല, ഇൻ്റലിജൻസിൻ്റെ ഒരു മൊത്തം പരിവ്യൂവിൽ നിന്നുകൊണ്ട് അദ്ദേഹം കേരളത്തെ വളരെ അടുത്ത് നോക്കിക്കൊണ്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിലുള്ളൊരു വലിയൊരു ഭാഗ്യം വെച്ചാൽ പരമേശ്വർജിയും ദ്വാൽ സാറുമായിട്ട് വളരെ വലിയൊരു ആത്മീയ വളരെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ പറയാം, ഒരു നല്ല ബോണ്ട് ഉണ്ടായിരുന്നു. രണ്ടുപേരും, ദ്വാൽ സാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സ്പിരിച്വൽ മേഖലയിൽ നിന്ന് വരുന്ന ആളല്ല. പരമേശ്വരൻ കുറച്ച് സ്പിരിച്വലാണ്, പിന്നെ ഐഡിയോളജിക്കലാണ്. ദ്വാൽ സാറ് എന്താ പറയുക, തീർത്തും ഒരു സെക്യൂരിറ്റി ഇതിൽ നിന്ന് വരുന്നു. പക്ഷെ അവർ രണ്ടുപേരും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വന്ന് എത്ര ഭംഗിയായിട്ടാണ് ഒന്നു ചേരുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളുടെ ആകത്തുക ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു, നല്ല വ്യക്തിബന്ധമായിരുന്നു. അതുകൊണ്ട് പരമേശ്വർജി എന്നും ആരാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദ്വാൽ സാറിൻ്റേത്. അപ്പം അതുകൊണ്ട് ഇവർ തമ്മിലുള്ളൊരു ബന്ധം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെന്ന് ചേർന്ന ഈ ഒരു ഗ്രൂപ്പ് മുഴുവൻ എന്ന് പറഞ്ഞാൽ വളരെ എന്നെക്കാളുമൊക്കെ ഒത്തിരി ഹൈറ്റിലുള്ള വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പം അവരുടെ എല്ലാം ആശയങ്ങളെല്ലാം ഒരുമിച്ച് എനിക്ക് ലഭിച്ചു എന്നുള്ളൊരു വലിയ പുണ്യം, എനിക്കെന്തോ മുജ്ജന്മ പുണ്യമായിരിക്കണം, അത് ലഭിച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇവരുടെ എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഭാരതത്തിൻ്റെ വൈഭവം. ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം എവിടെ എത്തി നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഫ്യൂച്ചറിൽ ഭാരതം ലോകത്തിൽ എന്താണ് ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, എന്താണ് ഭാരതത്തിൻ്റെ റോൾ, അതിൽ ഭാരതീയർ എവിടെ നിൽക്കണം, ഭാരതീയരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഇവർക്കെല്ലാം കോമൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്, അജിത് സാറിനൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണി ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. അവരെ സംബന്ധിച്ച് അവർ ഭാരതത്തിന് വേണ്ടി ജീവിക്കുക, ഭാരതത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ അവരുടെ ടൈം പാസ് അല്ല, അതിനുവേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്നവരാണ്. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഞാനിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ കുറച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യും, ഞാൻ കുറച്ച് NGOയിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനയിൽ വർക്ക് ചെയ്യും. പക്ഷേ ഞാൻ അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുൾ ജീവിതം ഇതിനുവേണ്ടി മാറ്റി വെക്കുന്ന ആളുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ആളുകളല്ലേ ഇവരൊക്കെ. അപ്പം അതുകൊണ്ട് ഇവരുടെയൊക്കെ ജീവിതം അതുകൊണ്ട് തന്നെയും എത്രയോ ലക്ഷം ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് ദ്വാൽ സാർ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റിയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട വ്യക്തിയല്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്പിരിച്വൽ ആയിട്ടുള്ള വലിയൊരു അവഗാഹം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സ്പിരിച്വലായിട്ട് വളരെ ഓപ്പണായിട്ട് കാണിക്കത്തില്ലെങ്കിൽ പോലും ആത്മീയപരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്പിരിച്വൽ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഞങ്ങളെ കാണുമ്പോൾ അദ്ദേഹം തമാശ രൂപേണ പറയും, എനിക്ക് റിട്ടയർ ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഫാം ഹൗസിൽ അദ്ദേഹം ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയി ഭഗവാനെ പൂജിച്ച് കഴിയണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അദ്ദേഹം പലപ്പോഴും പറയും. അദ്ദേഹം വളരെയധികം സ്പിരിച്വലാണ് ആ രീതിയിലും. പക്ഷേ നമ്മുടെ ഭാരതത്തിന് അദ്ദേഹത്തെ അങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ പെർസ്യൂട്ട്സിനെയൊക്കെ പിന്നീട് ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം ലഭിക്കും. ഈ ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. തീർച്ചയായും എന്തായാലും വലിയ ഒരു അനുഭവ സമ്പത്ത് തന്നെയാണ് അങ്ങേക്കുള്ളത്. ആ അനുഭവ സമ്പത്ത്, ആ രാഷ്ട്രീയ അനുഭവം തന്നെയാണ് അങ്ങേ ഒരു വലിയ നേതാവായി ഇവിടെ കേരളത്തിന് കിട്ടിയ ഒരു ഭാഗ്യവും കൂടിയാണ് അങ്ങയുടെ രാഷ്ട്രീയ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് എന്തായാലും വലിയ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.